അന്തപ്പൻ കുപ്പിയെടുത്ത് മേശമേൽ വെച്ചൊരു നേരം കാശുണ്ടോ കുട്ടഞ്ചേട്ടാ കാശൊക്കെ പിന്നെ തരാം തകതയ്യകതയ്യകതയ്യം 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 തകതയ്യകതയ്യകതയ്യം. കൊള്ളാം. എന്റെ ഷാപ്പിൽ വന്ന് എന്റെ കള്ളും കുടിച്ച് ഡെസ്കെ കൊട്ടി പാട്ട് പാടുന്നു ഇല്ലടാ. ഞാനിപ്പോ എന്നാടാ പറഞ്ഞ മറന്നുപോയി. മറവി ചെറുതായിട്ടുണ്ടാ. മുതലാളിയുടെ ഈ മറവിയുടെ അസുഖം ഇതുവരെ മാറിയില്ലേ? മാറിയില്ല. പാട്ട് പാടുന്ന കാര്യം പറഞ്ഞത് ഞാൻ പാട്ട് പാടുന്നത്. എന്നാ പിന്നെ പാട്. മോക്കത്തിൽ കോഴി കാലോ കണ്ടത്തിൽ കുപ്പിയുമായി മുണ്ടൂരി തലയിൽ കെട്ടി ചുട്ടങ്കാറങ്ങണ കണ്ട മുതലാളി ഇങ്ങനെ നിന്ന് തരികട കളിക്കാണ്ട് ഒരു കുപ്പി കള്ളിങ് എടുത്തേ. എന്നാലും ഉണ്ട് ഇവന്റെ പാട്ടിന്റെ ലഹരി എന്ന് പറഞ്ഞാല് ഒരു ലഹരിയാ. അത് പിന്നെ എന്തായാലും അറിയാമോ കുട്ടപ്പായി, അത് ഇവിടുത്തെ കള്ളിനോ ലഹരിയില്ല. ഇവ എന്റെ പാട്ടിലെങ്കിലും ഇത്തിരി ലഹരി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നീ ഇപ്പൊ എന്നാ പറഞ്ഞേ? ഞാൻ മറന്നു. ഏതാ കള്ളിന് ലഹരിയില്ലാന്ന്? അതിന് കുഴപ്പക്കാരൻ ഇവനാണ്. നീ കൊണ്ടുവരുന്ന കള്ളിന് ഇപ്പോ കള്ളല്ല വെള്ളമാണ്. അതാണ് അവൻ പറഞ്ഞത്. എന്റെ മുതലാളി ഇപ്പൊ മഴക്കാലമല്ലേ, അപ്പൊ മഴ പെയ്യുമ്പോ കള്ളില് കുറച്ച് വെള്ളമൊക്കെ ചേർന്ന് നിരിക്കും. വെള്ളം ചേർന്നോട്ടെ, പക്ഷെ നീ കൊണ്ടുവരുന്ന കള്ള് ഒറിജിനൽ അല്ല. അതല്ല, ഒറിജിനൽ ആണെങ്കിൽ അതിന്റെ അകത്ത് ഈച്ചയും പാറ്റായൊക്കെ വേണോടാ, എങ്കിലേ ഒറിജിനൽ ആകത്തുള്ളൂ. അതാണോ പ്രശ്നം? അതിപ്പോ തീർത്തു തരാം. ഞാനത് ഇടയ്ക്ക് ഇടാൻ മറന്നു പോകുന്നോണ്ടിട്ടല്ലേ അങ്ങനെ ഒരു സംഭവം വരുന്നത്. ഇപ്പൊ നോക്കി ഒറിജിനൽ ആണോ ഒന്ന്? നീ ഇപ്പൊ എന്നാ ഞാനിപ്പോ എന്നാ പറഞ്ഞു? അതായത് എന്റെ നല്ല കള്ളാണെന്ന് പറയുമായിരുന്നു. ഇവന്റെ നല്ല കള്ള അതാണ് കുടിക്കേണ്ടത്. ഇതൊന്ന് കുടിച്ചു നോക്ക്. കുടിച്ചു നോക്ക്. ഇതുണ്ടോ? ഇത് അന്തിക്കള്ളെന്ന് പറയും. അതല്ല, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഈ കള്ള് കുടിച്ച് പാട്ട് പാടാൻ അനുവാദമുള്ള ഒരേ ഒരു കള്ള് ഷാപ്പ് അത് കുട്ടപ്പൻ പോലെയുള്ള ഷാപ്പാ. അതെ അതെ, അത് കറക്റ്റ് തന്നെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ കള്ളു കുടിക്കാനല്ലല്ലോ കൂടുതൽ ആൾക്കാർ വരുന്നത്. പിന്നെ നമ്മുടെ കറിക്കാരൻ തമ്പി വെക്കണ കറികളില്ലേ, അത് കഴിക്കാനാ ആൾക്കാർ വരുന്നത്. അതും കറക്റ്റാ. കാര്യം എന്തൊക്കെയായാലും തമ്പി വെക്കണ കറിയുടെ കൈപുണ്യം ഒന്ന് വേറെ. എങ്ങനെ കൈപുണ്യം വരാതിരിക്കും? എന്റെ ഒരു കുപ്പി കള്ളു കുടിച്ചിട്ടല്ലേ അവൻ കറി വെക്കുന്നത്. അപ്പൊ തന്നെ കറിക്ക് കൈപുണ്യം രുചി 10 ഇരട്ടിയല്ലേ? കൈയൊന്ന് കാണിച്ച് ചൂടുന്തേ എങ്ങനെയുണ്ട്? അടിപൊളി കോഴിക്കറി. പോത്തുകറിക്ക് ഇച്ചിരി ഉപ്പ് കൂടാണ്ട് കേട്ടോ. പോത്തുകറിക്ക് ഇച്ചിരി ഉപ്പ് കൂടാണ്ടത്. പക്ഷെ മീൻചാറ് അത് കലക്കി. വന്ന് മിനിഞ്ഞാന്ന് വെച്ചാൽ ചെമ്മീൻ കറിയില്ലേ, അതിനകത്ത് പല്ലിയും പാറ്റയും ചാടി. അപ്പൊ വ്യത്യാസം വന്നോണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്താ. അന്നേരം 3 കറിയുടെ റെസിപ്പിയാണല്ലോ ഇവർ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്തോ, ഇന്നത്തെ സ്പെഷ്യല് കോഴി, പോത്ത്, പിന്നെ മീൻകറി, ഇത് 3 എഴുതി വെച്ചോ. നീ ഇപ്പൊ എന്നാ പറഞ്ഞ? ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞത് മരുന്ന് വാങ്ങിച്ച് കഴിക്കുക കേട്ടോ. ഇത് ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ട് നല്ല കറിയാണ്. കുളിക്കടവിൽ കുളിക്കാൻ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിക്കറ് മറക്കും, പിന്നെ അതെടുക്കാൻ ഓടും. നീ ഇപ്പൊ സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞേ. നീ ഇപ്പൊ പറഞ്ഞത് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാ ചോദിക്കുന്നേ. കറി നല്ലതല്ലേ? സൂപ്പർ. എന്നാ പിന്നെ എഴുതി വെച്ചേ. അതാ പാട്ടാണ് ഈ ഏറ്റവും ഇഷ്ടം. എങ്ങനെയാണത്? തരകിനല്ല, ഇറച്ചിക്കറിയോ? എന്ത് വേണേലും തരാം. എന്റെ ഇറച്ചിക്കറി കൂട്ടിയിട്ടുണ്ടോ? ചേട്ടന്റെ ഇറച്ചിക്കറി ഞാൻ കൂട്ടാറുണ്ട്. എങ്ങനെ? ഇവിടുന്ന് ഞാൻ ആളെ വിട്ട് വാങ്ങിപ്പിക്കാറുണ്ട്.
എൻ്റെ അപ്പനും അമ്മയും ഞാനും ചേട്ടനുണ്ടാക്കിയ ഇറച്ചിക്കറി കഴിക്കാറുണ്ട്. എനിക്കിഷ്ടവാ. എനിക്കും ഇഷ്ടമായി. എന്ത്? അല്ല, ഈ കൊഞ്ചി കൊഴുന്നുള്ള വർത്തമാനം. ഇറച്ചിക്കറി തരാം കേട്ടോ. പിന്നെ ഇറച്ചിക്കറി വെക്കുന്ന എങ്ങനെയാണെന്ന് അറിയോ? ഇല്ല, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതെങ്ങനെയാണെന്ന് പറഞ്ഞാല് ഈ ഇറച്ചി ഇങ്ങനെ എടുക്കും, ശരിക്കും വേവിക്കും. വേവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അങ്ങോട്ട് വേവിക്കും. ഇത് ചട്ടി, ഈ ചട്ടിക്കകത്തേക്ക് ഇത്തിരി എണ്ണ ഒഴിക്കും. എണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് കടുക് ഇടും, കറിവേപ്പില ഇടും, മറ്റേ ഉള്ളി ഇടും, എന്നിട്ട് പിന്നെ കുരുമുളക് പൊടി ഇടും. എന്നിട്ട് ഇതെല്ലാം കൂടി മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഇറച്ചി എടുത്ത് ഇതിനകത്തേക്ക് ഇടും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് ചേരിക്ക് അങ്ങ് ഇളക്കും. അപ്പോൾ ബീഫ് ഉലർത്തിയത്, ഇറച്ചി ഉലർത്തിയതാവും. അങ്ങനെയാണ്. നിനക്ക് ഞാൻ പോയി കറി എടുത്തോണ്ട് വരാം. പിന്നെ ഒരു കാര്യം, ടൈം പാസിന് വേണ്ടി ഒരു ഗ്ലാസ് കള്ളു കുടിക്കണ്ടോ? എനിക്ക് കള്ളും കിള്ളുമൊന്നും വേണ്ട, എനിക്ക് ഇറച്ചിക്കറി മതി. ആണോ? എന്നെടുത്തോട്ട് വരാവേ. ചോദിക്കണ്ടേ, അത് കാണിച്ചിട്ടെന്താ കാര്യമല്ലോ. ആവശ്യത്തിന് ഞാൻ തരും. അളിയാൻ കൂടി അളിയാ, പൈസ ഞാൻ കൊടുത്തോളാം. പൈസ മോലാളുടെ ഇല്ലെന്ന് ഇപ്പൊ ഞാൻ ചോദിച്ചോ പറയാ. പെട്ടി പൈസ വന്നില്ല അന്ന്. നല്ല ചൂട് കള്ളു. തലമുട്ടി. അറിയാതെയാണ്, ക്ഷമിക്കണം. തല കൂട്ടി മുട്ടിയാലേ ഈ ശരിക്കും പറഞ്ഞ കലഹം ഉണ്ടാവും പറയണേ. അയ്യോ, ഇനി എന്ത് ചെയ്യും? അതിന് കുഴപ്പമില്ല. തല മുട്ടി കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യേണ്ടത് അറിയാം? അത് മാറാൻ കലഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ഉമ്മ തന്നാ മതി. ഉമ്മ തന്നാ മതി. അങ്ങനെ ആര് പറഞ്ഞു? എന്നെ ഇവിടെ മീൻ വെട്ടാൻ വന്ന ശാന്ത പറഞ്ഞു. അങ്ങനെ അവളെ എന്നോട് ഉമ്മ വാങ്ങിക്കണേ. അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമമാകുമോ? ഇല്ല. ഇവിടത്തെക്കാളും കൂടുതൽ പണവും പിന്നെ ആനുകൂല്യമൊക്കെയുള്ള മറ്റൊരിടത്ത് ജോലി കിട്ടിയാ ചേട്ടൻ വരുവോ? അതെവിടെയാ? എൻ്റെ അമ്മാവന്റെ ബാറിൽ. താൻ വിളിച്ചു കഴിഞ്ഞാൽ അമ്മാവന്റെ ബാറിലല്ല, മലബാറിൽ വരുമെന്ന് ഞാൻ കറി വെക്കും. അങ്ങനത്തെ വൃത്തികെട്ടൊരു സ്വഭാവം ഉണ്ട് എനിക്ക്. അതെ, ആ പേരൊന്ന് പറയോ? രാധ. അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഇനിയും വരുമോ? വരും.